കൊച്ചിയിൽ 9ാം ക്ലാസ്സുകാരൻ സഹോദരിയെ പീഡിപ്പിച്ചു. ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നേരെ കൊണ്ടുപോയിട്ട് പരീക്ഷ എഴുതിക്കണം. കാരണം പരീക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ പയ്യന് ഇനിയൊരു ഭാവിയുണ്ട്. അവന് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതണം, ഉയർന്ന പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതിക്കണം. ഈ പീഡന കേസൊക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടക്കും. ഏറ്റവും പ്രധാനം പരീക്ഷയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കണ്ടുവരുന്ന വാർത്തകൾ, കൊലപാതകമായാലും പീഡനമായാലും ഏത് വാർത്തയായാലും അതിൽ പ്രതികളായിട്ട് വരുന്നത് ചെറിയ കുട്ടികളാണ്. അതിൽ ലഹരി ഒരു ഭാഗവുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ മയക്കുമരുന്ന് ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഭരണകൂടവും പോലീസും ഒക്കെ മയക്കുമരുന്നിൻ്റെ ഉറവിടം, കേരളത്തിലേക്ക് വരുന്ന ആ ഉറവിടം തടഞ്ഞില്ല എങ്കിൽ ഇതിലും കട്ടി കൂടിയ ന്യൂസ് നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് പീഡനങ്ങളും ഒക്കെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ലഹരിയുടെ ഉറവിടം തടയണം. ഇനി നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഇപ്പൊ 2K കിഡ്സ് മൊത്തത്തിൽ പ്രശ്നമാണ്, അവർ മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ 2K കിഡ്സ് മൊത്തത്തിൽ കുഴപ്പമൊന്നുമല്ല. ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്, ഒരുപാട് അറിവുള്ള നല്ല മെച്ചൂർഡായിട്ടുള്ള കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള ഒരു മിടുക്കന്റെ സംസാരം നമുക്കൊന്ന് കണ്ടുവരാം. എനിക്ക് തോന്നിയത് ആക്ച്വലി, അപ്പം ഇതിന്റെ വെച്ച് തന്നെ കുറെ ആൾക്കാർ പറയാറുണ്ടല്ലോ, കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കില്ലേ, ഇവരിങ്ങനെ പോകും. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് കുട്ടികൾ തന്നെ ഒരു കുഞ്ഞു വയസ്സ് മുതൽ തന്നെ പേരൻസ് അവരെ പ്രിപ്പയർ ചെയ്യണം. എന്താകണം, ഫേക്ക് ന്യൂസ് എന്താ, കറക്റ്റ് ന്യൂസ് എന്താ കറക്റ്റ് എന്താ തെറ്റെന്ന് കുഞ്ഞിന് പോലെ പേരൻസ് തന്നെ പറയണം. പിന്നെ അത് ചെയ്താൽ അവർക്ക് പിന്നെ ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കാണും, അത് ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാലോ. പേരൻസ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ കുഞ്ഞിന് പോലെ ഇങ്ങനെ ഒരു സാധനം തലയിലിട്ട ഒരു വർഷത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ അവരങ്ങനെ മനസ്സിൽ വരും, ഓ ഡ്രഗ്സ് ബാഡ് ആണ്, ഓക്കെ ഇങ്ങനെ ഓരോ സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് അവരുടെ മനസ്സിൽ വരും. അപ്പൊ ഈ ഡ്രഗ്സ് എത്ര കൂടുതൽ അവൈലബിൾ ആയാലും അവർ തന്നെ വിചാരിക്കും, ഓ ഇത് ചെയ്യാൻ പാടില്ല എന്ന് അവരുടെ തന്നെ മനസ്സിൽ വരും. അത് എന്റെ ഒരു ഒപ്പീനിയൻ.